പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ. ഉറി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നിട്ടുണ്ട്. ഝലം നദിയിൽ വെള്ളപ്പൊക്കമാണ്. പാക് അധീന കശ്മീരിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇതിനിടെ കശ്മീർ വീണ്ടും ഭീകരരുടെ വീട് തകർത്ത് പ്രാദേശിക ഭരണകൂടം മറുപടി നൽകിയിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ ഫറൂഖ് അഹമ്മദ് തന്തുവയുടെ വീടാണ് തകർത്തത്. പഹൽഗാം ഭീകരാക്രമണം പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഭീകരർക്കായി വനമേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാണ്. അതിനിടെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് വെടിവയ്പുണ്ടായി എന്ന വാർത്തയും എത്തുന്നു. നോബൽ മാരിക്കാരനും ആദിൽ പാലോടും പഹൽഗാമിൽ നിന്നും തത്സമയം ചേരും. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളായ വിജിത് ഊർക്കടവും മനു ബാലകൃഷ്ണനുമുണ്ട് പഹൽഗാമിൽ നിന്ന്. കാശ്മീരിൽ തുടരുകയാണിവർ. അതേസമയം അപ്ഡേറ്റുകളുമായി തലസ്ഥാനത്ത് നിന്നും ദില്ലിയിൽ നിന്നും VS രഞ്ജിത്തും ജോയ്സ് ഡാനിയലും നമുക്ക് ചേരും. സമഗ്ര കവറേജാണ് റിപ്പോർട്ടർ ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ ഫാലോഡ്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ജോയ്സ് ഡാനിയൽ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം നോബലിലേക്ക് പോകുന്നു. നോബൽ, എന്താണ് പഹൽഗാമിലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അവസ്ഥ എന്താണ്? ഇന്നലെ രാത്രിയിൽ എനിക്ക് തോന്നുന്നു നോബൽ നിൽക്കുന്നതിന്റെ തൊട്ടു പിന്നിൽ ഐ ലവ് പഹൽഗാം എന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തി ഫോട്ടോ എടുത്തിരുന്ന ഈ സ്ഥലം ഏറെക്കുറെ തരിശായി മാറിക്കഴിഞ്ഞു. ആരും എത്താത്ത സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വിജനമായ പഹൽഗാമാണ് ഇന്നലെ രാത്രി നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. ഈ പ്രഭാതത്തിലും അതുതന്നെയാണല്ലേ കാഴ്ച, നോബൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. സാധാരണഗതിയിൽ ഒരു ഞായറാഴ്ച ദിവസം ഈ പഹൽഗാം എന്ന ഈ നഗരം വലിയ തിരക്കുകളിലേക്ക് പോകുന്നതാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് ഐ ലവ് പഹൽഗാം എന്നൊരു സെൽഫി പോയിന്റ് ആണ്. ഈ സെൽഫി പോയിന്റിൽ ഇന്ന് ഞാനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവും മാത്രമാണ് ഉള്ളത്. ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വളരെ വിജനമായ പഹൽഗാമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത്. ഭീകരാക്രമണം വലിയ തരത്തിൽ ഈ മേഖലയെ തകർത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യങ്ങൾ, ഏറ്റവും സത്യം തരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒഴിഞ്ഞു കിടക്കുന്ന ചെയറുകൾ, ആരുമില്ലാത്ത വഴികൾ, അതോടൊപ്പം തന്നെ ഒരു വിനോദസഞ്ചാരി പോലും എത്താത്ത സാഹചര്യം. സ്വാഭാവികമായും ഈ ഭീകരാക്രമണം വലിയ തരത്തിൽ ബാധിച്ചിരിക്കുന്നത് ഈ പഹൽഗാമിലെ ജനങ്ങളുടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഞായറാഴ്ച ദിവസമൊക്കെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇങ്ങോട്ട് എത്താറുള്ളത്. പക്ഷേ ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ് എന്താണെങ്കിലും പഹൽഗാമിൽ ഇപ്പോൾ ഉള്ളത്. ഇതാണ് പഹൽഗാമിലെ ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസത്തെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. അരുൺ, നോബൽ, ഈ പഹൽഗാമിലെ ഞായറാഴ്ച ഒരിക്കലും ഇങ്ങനെ ആയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഒരു ദിവസം പോലും ഇങ്ങനെയൊരു ഞായറാഴ്ച പഹൽഗാമിൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ കനത്ത മഞ്ഞ് വീണ് ആ പ്രദേശം അടയ്ക്കുന്ന സമയത്തല്ലാതെ. നോക്കൂ, ഒരാളെ പോലും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. വളരെ അപൂർവമായി പോകുന്ന 1-2 കാറുകൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നു പഹൽഗാമിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരാതെയായിട്ടുണ്ട്. ഭയന്നുകൊണ്ടാവാം. പക്ഷെ പഹൽഗാം വരെ വരുന്നതിന് ഇപ്പോൾ തടസ്സമില്ല, അല്ലേ നോബൽ? അരുൺ, പഹൽഗാം വരുന്നതിന് ഇപ്പോൾ ഒരു തടസ്സവും ഇവിടെ ഇല്ല. കാരണം ഇങ്ങോട്ട് വാഹനങ്ങൾ ഒക്കെ കടത്തിവിടുന്നുണ്ട്. ചില ടൂറിസ്റ്റുകളൊക്കെ ഇന്നലെ ഇവിടെ വന്നിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിയിരുന്നു. പക്ഷേ പഹൽഗാമിൽ എത്തിയാലും ആകെ ഇത്തരത്തിൽ കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക. പ്രധാനപ്പെട്ട പ്രദേശമായ ബൈസൺ, ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം ബൈസൺ കുന്നുകളാണ്. അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് എത്തുന്നത് വളരെ കുറവുമാണ് ഇപ്പോൾ. കാരണം ഇവിടം വരെ വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും വരുന്നുമില്ല. എന്നാണെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. ഈ സാഹചര്യം മാറാൻ ഇനിയും ഒരുപാട് സമയം വേണ്ടി വരും എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരും അതോടൊപ്പം പ്രദേശവാസികളൊക്കെ പറയുന്നത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഇന്നത്തെ പ്രകോപനത്തെക്കുറിച്ചും അതേപോലെ പാക് അധീന കാശ്മീരിൽ ഇന്നലെയും നമ്മൾ ഭീകരരുടെ വീട് തകർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നോബൽ പറയണം. ആദിലും അവിടെ തുടരുക. ആദിൽ ഇപ്പോൾ ഉള്ളത് ലാൽ ചൗക്കിൽ നിന്നാണ്. NIA-യുടെ പുനരാവിഷ്കരണത്തെക്കുറിച്ച് ആദിൽ പാലോട് കുറച്ച് വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ചില നിർണായക വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും.